അതെ, CV അനുമോദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, മുഖ്യമന്ത്രിക്കെതിരെ ഇതുവരെ ആരും സംസാരിക്കാത്ത വിധത്തിലാണ് PV അൻവറിന്റെ ആരോപണങ്ങളും വാക്കുകളും ഒക്കെ കഴിഞ്ഞ ദിവസം വന്നത്. ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കൾ പോലും ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചിട്ടുണ്ടാകില്ല എന്ന് വേണം നമുക്ക് പറയാൻ. അപ്പോഴാണ് ഭരണപക്ഷത്തെ ഒരു MLA ഇത്തരത്തിൽ വളരെ രൂക്ഷമായ രീതിയിൽ സംസാരിക്കുന്നു, പരിഹസിക്കുന്നു, ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. CPM-ൽ നിന്നും LDF-ൽ നിന്നും അൻവർ ഒരുപാട് അകന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പാർട്ടി ഒറ്റക്കെട്ടായി മുതിർന്ന നേതാക്കളൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അൻവറിനെതിരെ രംഗത്തേക്ക് വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്നും കൂടുതൽ പ്രതികരണം ഉണ്ടാകും. പക്ഷേ അൻവറിന്റെ ലക്ഷ്യം അതിനി എന്താകും? എന്തായാലും LDF-ൽ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി ഭദ്രമല്ല എന്നുള്ളത് സുനിശ്ചിതമാണ്. അൻവറിന് അത് തീർച്ചയുള്ള കാര്യമാണ്. അത് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഇത്തരത്തിൽ കടന്നാക്രമിക്കാൻ അൻവർ പാർട്ടി നിയമങ്ങളൊക്കെ തന്നെയും ലംഘിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നത്. ഇനി എന്താണ് അൻവർ ലക്ഷ്യം വെക്കുന്നത്? നിലമ്പൂരിൽ ഒരു പൊതുസമ്മേളനം വിളിച്ചിട്ടുണ്ടല്ലോ ഞായറാഴ്ച. തീർച്ചയായും PV അൻവർ പ്രതിപക്ഷത്തിലുള്ള നേതാക്കൾ പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങൾ, പ്രയോഗിക്കാത്ത ഭാഷ, അത്തരത്തിൽ അതിരൂക്ഷമായിട്ടാണ് മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ട് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയത്. തനിക്ക് പറയാനുള്ളതെല്ലാം അൻവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തന്നെ കള്ളക്കടത്തുകാരനായി ചിത്രീകരിച്ചതാണ് അദ്ദേഹത്തെ വലിയ തോതിൽ തന്നെ ഈ ഒരു പ്രതികരണത്തിലേക്ക്, അതിരൂക്ഷമായ പ്രതികരണങ്ങളിലേക്ക് നയിച്ചത് എന്നാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ താൻ അതുമായി ബന്ധപ്പെട്ട ചില ആളുകളുടെ ആളാണെന്ന തരത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചത് അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അവിടെ വെച്ചാണ് അൻവർ ഈ ഒരു വിഷയത്തിൽ കൃത്യമായി ഗതിമാറി ഒഴുകുന്നത്. അതല്ലെങ്കിൽ അൻവറിന് അതുവരെ ഉണ്ടായിരുന്ന പ്രതീക്ഷകളൊക്കെ അവിടെ ഇല്ലാതെയാകുന്ന ഒരു സാഹചര്യം. ഇന്നിപ്പോൾ പാർട്ടിയും സംവിധാനങ്ങളും ഒന്നും അൻവറിന്റെ കൂടെ ഇല്ല. ഇതുവരെ അൻവറിന്റെ കൂടെ വാഴ്ത്തുപാട്ട് പാടി സാമൂഹ്യ മാധ്യമങ്ങൾ നിറഞ്ഞിരുന്ന അണികൾ ഇനി ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല. തീർച്ചയായിട്ടും അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതൊരു വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് അൻവർ നേരിടുന്നത്. നിലവിൽ അൻവർ നിലമ്പൂർ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തനം തുടരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. MLA സ്ഥാനം തുടരും. അത് 1.5 വർഷം കൂടി ബാക്കിയുള്ളപ്പോൾ ആ കാലം മുഴുവൻ താൻ ഉണ്ടെങ്കിൽ MLA ആയിട്ട് തന്നെ ഇരിക്കുമെന്ന് അൻവർ പറയുന്നു. അതിനുശേഷം അൻവറിന്റെ നീക്കങ്ങൾ നമുക്കറിയാം, രാഷ്ട്രീയത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അൻവറിനെ പോലെ ഒരു മേഖലയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ എങ്ങനെ സ്വീകരിക്കണമോ അതോ ഇപ്പോൾ അദ്ദേഹം പോകുന്നത് പോലെ സ്വതന്ത്രനായി പോകണമോ എന്നുള്ള കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സാധ്യതകളുടെ പട്ടികയിൽ വരുന്നതാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിനോട് അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന ഒരു തരത്തിലുള്ള ഒരു അകൽച്ച ഇനി ഉണ്ടാകില്ല എന്ന് നമുക്കറിയാം. ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ DNA വിഷയത്തിൽ അത് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അൻവർ പറയുകയും ചെയ്തിരുന്നു. നെഹ്റു വന്ന് താമസിച്ച വീടാണ് തന്റേത്. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ച് ആണ് താൻ സൂചിപ്പിച്ചത്. അത് വക്രീകരിച്ച് വളച്ചൊടിച്ച് പറയുകയായിരുന്നു. അത് അത്തരത്തിൽ താൻ രാഹുലിനെയും നെഹ്റു കുടുംബത്തിനെയും ഒക്കെ സ്നേഹിക്കുന്ന ആളാണെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനം അവസാനിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ UDF-ന്റെ ഭാഗത്തുള്ള പ്രതികരണങ്ങൾ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഇനി സഭ ചേരാനിരിക്കുമ്പോൾ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളാണ് UDF സഭയിൽ LDF-നെതിരെ ആയുധമാക്കുന്നത്. അപ്പോൾ അങ്ങനെ ആരോപണങ്ങൾ സ്വീകരിക്കുകയും അൻവറിനെ തള്ളിക്കളയുകയും ചെയ്യുന്ന നിലപാടാണ് ഇപ്പോഴുള്ളത്. അത് മാറുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതോടൊപ്പം തന്നെ അദ്ദേഹം സ്വന്തം നിലയിൽ വലിയ തോതിൽ ഒരു അണികളെ നിലമ്പൂർ കേന്ദ്രീകരിച്ച്, അദ്ദേഹത്തിന്റെ സ്വാധീന മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ശക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ തന്നെ പാർട്ടിയുടെ വലിയ ഒരു വിഭാഗം, നിലമ്പൂരിലെ പാർട്ടിയുടെ വലിയൊരു വിഭാഗം അൻവറിനൊപ്പമാണുള്ളത്. അപ്പോൾ അവർക്കൊപ്പം നീങ്ങി സ്വന്തം കരുത്തിൽ ഇടതിന്റെയും വലതിന്റെയും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് അൻവറിന് നീങ്ങാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്നാണെങ്കിലും അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ പുതിയ പ്രതിസന്ധികളുടേതാണ്. അൻവറിന്റെ പൊതുസമ്മേളനം ഞായറാഴ്ചയാണ് വിളിച്ചിട്ടുള്ളത്. അത് എപ്പോഴെവിടെ എങ്ങനെയാണെന്നുള്ളതൊക്കെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. പക്ഷെ എന്തുതന്നെയാണെങ്കിലും അതൊരു ശക്തി പ്രകടനമാക്കാനാവും അൻവർ ശ്രമിക്കുക. നേരത്തെ തന്നെ അൻവർ ഈ വലിയ ഷോകളുടെ മാസ് ക്രൗഡ് പുള്ളർ എന്നൊരു ഇമേജ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടാവുന്നതിനിടയിൽ തന്നെ ഇപ്പോൾ 2 പോസ്റ്ററുകൾ കൂടി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ. ഈ ഒന്ന് PV അൻവറിനെതിരെ, PV അൻവറിന്റെ വീടിന് മുന്നിൽ CPM-ന്റെ ഫ്ലെക്സ് ബോർഡാണ്. വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട, ഇത് പാർട്ടി വേറെയാണ് എന്നുള്ള ഒരു ബോർഡ്. ഒപ്പം തന്നെ CPM ബ്രാഞ്ചിന്റെ പേരിലാണ്. ഇനി മറ്റൊന്ന് മലപ്പുറം തൂവൂരിലാണ് അല്ലെ, PV അൻവർ MLA-ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടൊരു ഫ്ലെക്സ്. അത് ശ്രീ K. കരുണാകരൻ ഫൗണ്ടേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി എന്നുള്ള പേരിലാണ്.
ആ ഫ്ലെക്സ് ബോർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ അതായത് വലിയ തോതിലുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ പിന്തുണയും ഒക്കെ സമാസമം ചേരുന്നുണ്ട്. ഇനിയൊരു പ്രതികരണത്തിനുള്ള സാധ്യത അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾക്ക് ഇനി മാധ്യമങ്ങൾക്ക് മുന്നിലെത്താൻ സാധ്യതയുണ്ടോ അൻവർ? തീർച്ചയായും അൻവർ ഇന്ന് രാവിലെ കൊണ്ടോട്ടിയിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമെന്നാണ് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി കാര്യങ്ങൾ അവിടെ വെച്ച് താൻ പറയും. ഈ ഒരു സ്വർണത്തിന്റെ അപ്രൈസറായിട്ടുള്ള ഉണ്ണി എന്ന വ്യക്തി അയാൾ അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചത് അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുമെന്നൊക്കെയായിരുന്നു ഇന്നലെ വൈകുന്നേരം അൻവർ പറഞ്ഞിരുന്നത്. ഇന്ന് രാവിലെ ഇനി അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്ന് പറയാനാകില്ല. എന്നാലെങ്കിലും ഇതിൽ പാർട്ടിക്ക് താൻ നൽകിയ പരാതി, അതിൽ കൊടുത്ത എല്ലാ വിവരങ്ങളും സഖാക്കൾക്ക് മുമ്പിൽ താൻ അവതരിപ്പിക്കുമെന്ന് അൻവർ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ പുതിയതായിട്ട് ഇനി അൻവറിന് പറയാനുണ്ട് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നിലവിൽ തന്നെ പാർട്ടി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അൻവറിന്റെ ലക്ഷ്യം വേറെയാണ്, അൻവറിന്റെ പുറകിൽ മറ്റാരൊക്കെയുണ്ട്, ഗൂഢലക്ഷ്യങ്ങളാണ് അൻവർ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിനുള്ളത്. ഇന്നലെ തന്നെ മലപ്പുറം CPM ജില്ലാ സെക്രട്ടേറിയറ്റും ഇത്തരത്തിൽ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. അൻവറിന്റെ പ്രവർത്തികൾ ഒരു ജനപ്രതിനിധിക്ക് ചേരുന്നതല്ല, പാർട്ടി നിയന്ത്രണത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ചേരുന്നതല്ല, അൻവറിന്റെ പിന്നിൽ മറ്റാരൊക്കെ ഉണ്ട് എന്ന തരത്തിൽ തന്നെയാണ് പാർട്ടിയുടെയും വിലയിരുത്തൽ ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും വരും മണിക്കൂറുകളിൽ വലിയ വിമർശനങ്ങൾ അൻവറിനെതിരെ പാർട്ടിയിൽ നിന്ന് ഉയരുമെന്ന് ഉറപ്പാണ്. അതേസമയം തന്നെ UDFന്റെ തീരുമാനം എന്തായിരിക്കും, ലീഗ് നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം ഇവരൊക്കെ എങ്ങനെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളോട്, അൻവറിന്റെ വിമർശനങ്ങളോട് പ്രതികരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രീയ അന്തരീക്ഷം ഭാരതമെന്ന് കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഇനി അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ എങ്ങനെ ആയിരിക്കും പ്രതിപക്ഷമായിട്ടുള്ള UDF ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അൻവറെ സ്വീകരിക്കുമോ തള്ളിക്കളയുമോ, അൻവറുള്ള നിലപാട് മയപ്പെടുത്തുമോ? എന്താണെങ്കിലും വരും മണിക്കൂറുകളിൽ ഈ പ്രതികരണങ്ങൾ ഒരുപാട് വരാനുണ്ട്. അതെല്ലാം തന്നെ രാഷ്ട്രീയമായിട്ട് ഏറെ പ്രധാനപ്പെട്ടതാണ്. അൻവർ കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുമോ എന്നുള്ളതും നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം. തീർച്ചയായും CV അനുമോദാണ് ആ വിവരങ്ങൾ നൽകിയത്. എന്തായാലും അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർ പ്രതികരണങ്ങൾ അത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. വരും നിമിഷങ്ങളിൽ, മണിക്കൂറുകളിൽ കൂടുതൽ CPM നേതാക്കന്മാർ ഈ വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് എത്തും, പ്രതികരിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ PV അൻവറും നേരത്തെ അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തും കൊണ്ടോട്ടിയിൽ വെച്ച് എന്നുള്ളത് നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും PV അൻവർ വായടച്ച് മിണ്ടാതിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്. എന്തായാലും നിലമ്പൂരിൽ ഒരു പൊതുസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കൂടുതലായി ഇനി പറയുക എന്നുള്ളത് നമുക്ക് നോക്കിക്കാണണം. അതേസമയം തന്നെ പാർട്ടിയുടെ നിലപാട് എന്താണ്, LDF ഈ വിഷയത്തെ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണണം.